ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 106. ഇത് 48ാമത്തെ ഉപനിഷത്തിൽ അഥർവ ശിരോപനിഷത്തിൻ്റെ 6ാമത്തെ ഭാഗമാണ്. ഇതിലെല്ലാം രുദ്രനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ രുദ്രൻ ആദ്യമുണ്ടായത് രുദ്രനാണ്. ബ്രഹ്മം രുദ്രനായി മാറുന്നു, അതിൻ്റെ ഒരംശം. എന്നിട്ട് അതിലൂടെയാണ് സൃഷ്ടിക്രമം മുഴുവൻ നടക്കുന്നത്. അത് നമ്മൾ വേദപഠനത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിനെ വേറൊരു തരത്തിൽ ഉപനിഷത്തെപ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴും സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ സഹിതമാണ് പറയുക. അപ്പം പൂർണ്ണമായിട്ട് സയൻസായിട്ടല്ല പറയുക ഉപനിഷത്ത്. വേദങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് സയൻസിലൂടെയാണ് പോകുന്നത്. ഇവിടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ സഹിതം ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ, രുദ്രനിലൂടെ പ്രപഞ്ചമായി മാറിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഈ സൂക്തം കുറച്ച് വലുതായത് കൊണ്ട് ആ സൂക്തം ചൊല്ലുന്നില്ല. അതിൻ്റെ ഭാവാർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ആ 6ാമത്തെ സൂക്തത്തിൻ്റെ ഭാവാർത്ഥം എന്താണെന്ന് നോക്കാം. രുദ്രൻ അഗ്നിയിലും ജലത്തിലും ചെടികളിലും വൃക്ഷത്തിലും കുടികൊള്ളുന്നു. ആ അഗ്നിരൂപനായ രുദ്രന് നമസ്കാരം. ശിവൻ, ശക്തി എന്നീ 2 രൂപത്തിലും സത്വ, രജോ, തമോ ഗുണരൂപത്തിലും ഭൂമിയെ നയിക്കുന്നു. ആ സർപ്പധാരിക്ക് നമസ്കാരം. രുദ്രൻ്റെ പ്രണവസ്വരൂപമായ മൂർധാവിനെ ഉപാസിച്ചാൽ ശിവന്റെ ഉന്നത സ്ഥിതി കൈവരും. ദേവന്മാർക്ക് തന്നെത്താൻ ഒന്നിനെയും രക്ഷിക്കാനാവില്ല. സകലതും രുദ്രനിൽ ഒടുങ്ങുന്നവൻ സഹസ്രപാദനും സഹസ്ര ശിരസ്സുള്ളവനുമാണ്. കാലത്തിൻ്റെ ഉൽപ്പത്തി അക്ഷരത്തിൽ നിന്നാണ്. രുദ്രൻ ശയിച്ചാൽ സകല ലോകത്തിൻ്റെയും അന്ത്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ നിന്നും തമസും, തമസിൽ നിന്ന് ജലവും, ജലമഥനത്തിലൂടെ മഞ്ഞും, അതിനെ മഥിച്ചാൽ നുരയും, പിന്നെ അണ്ഡവും, അതിൽ നിന്ന് ബ്രഹ്മവും ഉണ്ടാകുന്നു. ബ്രഹ്മത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് ഓങ്കാരവും, ഓങ്കാരത്തിൽ നിന്ന് സാവിത്രിയും, സാവിത്രിയിൽ നിന്ന് ഗായത്രിയും, ഗായത്രിയിൽ നിന്ന് ലോകവും ഉണ്ടാകും. ആദ്യം പറയുന്നത് രുദ്രൻ അഗ്നിയിലും ജലത്തിലും ചെടികളിലും വൃക്ഷത്തിലും കുടികൊള്ളുന്നു. എല്ലാറ്റിലും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിനിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരം പോലും ആറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ ചെടികളെല്ലാം കുത്തിപ്പിഴിഞ്ഞ് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ടെല്ലാം ചെറുതാക്കി നോക്കിക്കഴിഞ്ഞാൽ അവസാനം കിട്ടാൻ പോകുന്ന ആറ്റങ്ങൾ തന്നെയാണ്. കുറച്ച് ആറ്റങ്ങളാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ആ അഗ്നിരൂപനായ രുദ്രന് നമസ്കാരം പറയുകയാണ്. അതിൽ അഗ്നിയും ഊർജവും. ശിവൻ, ശക്തി എന്നീ 2 രൂപത്തിലുണ്ട്. ശിവന് ശക്തിയും, അതായത് ദ്വയമായിട്ടാണുള്ളത്. ശിവനെ ന്യൂക്ലിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ശക്തി അതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണാണ് എല്ലാത്തിൻ്റെ ഈ ശക്തി, ഊർജം. ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അതായത് ശിവൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും, അതും ഒഴുകുന്നൊന്നുമില്ല. ഒഴുകുന്ന ശക്തിയായിട്ട് ഒഴുകുന്നത് ഇലക്ട്രോണാണ്. അതാണ് അതിൻ്റെ സ്ത്രീ രൂപം. അപ്പം ശക്തി എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. ശിവൻ എന്നത് അതിൻ്റെ പിന്നെ നടുവിലുള്ള പ്രേരക ശക്തി, ന്യൂക്ലിയസ്. 2 രൂപത്തിലുണ്ട്. എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സത്വ, രജോ, തമോ ഗുണരൂപത്തിലും. ഇതിൽ നിന്നാണ് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഊർജം ഇങ്ങനെ ഒഴുകുമ്പോഴാണ് ഈ ഉയർന്ന ഭാഗം രജോ ഗുണവും അതിൻ്റെ നെഗറ്റീവ് ദ്വയമായതുകൊണ്ട് അത് തമോ ഗുണവും. അതായത് ഇത് ന്യൂട്ടൻ്റെ 2nd ലോവും ഇത് 3rd ലോവും, റിയാക്ഷനും. ഇത് 2 കൂടിച്ചേരുന്ന ആ മധ്യത്തിലുള്ളതാണ് സത്വഗുണം. അപ്പം ഈ ഊർജം ഒഴുകുമ്പോഴാണ്
രജോ തമോ ഗുണങ്ങളും സത്വഗുണങ്ങളും ഉണ്ടാകുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പ്രകാരം തന്നെയാണ്. അത് തന്നെയാണ് രജോ തമോ സത്വഗുണം. അങ്ങനെയുള്ള തരംഗങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് കണങ്ങളായിട്ട് മാറുന്നതും കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ കണങ്ങളായിട്ട് മാറുന്നു, സത്വഗുണമുള്ളതായിട്ട് മാറുന്നു. അപ്പം സത്വരജോ തമോ ഗുണത്തിലും രൂപത്തിലും ഭൂമിയെ നയിക്കുന്നു. അങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ഈ സർപ്പധാരിക്ക് നമസ്കാരം. അപ്പം സർപ്പത്തെ ധരിച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എനർജി ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. അതിനെ ആണ് സർപ്പമായിട്ട്, ഊർജത്തെയാണ് സർപ്പമായിട്ട് ചിത്രീകരിക്കുന്നത്. ഏകദേശം സർപ്പരൂപത്തിലാണ് അത് വെളിയിലേക്ക് വരുന്നത്, പാമ്പിൻ്റെ രൂപത്തിലാണ്. അതെല്ലാം നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. അപ്പം സർപ്പത്തെ ധരിച്ചിട്ടുണ്ട്. രൂപത്തിൽ പടായിട്ട് ചിത്രീകരിക്കുമ്പം കഴുത്തിൽ സർപ്പമുള്ളതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സർപ്പധാരിക്ക് നമസ്കാരം. രുദ്രനെ പ്രണവരൂപമായ മൂർധാവിൽ ഉപാസിച്ചാൽ ഉന്നത സ്ഥിതി കൈവരും. അപ്പം നമ്മൾ മൂർധാവിൽ ആ രുദ്രനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം നടത്തും. അത് യോഗയിലൂടെ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എപ്പോഴും മൂർധാവിലേക്കാണ് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദേവന്മാർക്ക് തന്നെത്താൻ ഒന്നിനെയും രക്ഷിക്കാനാവില്ല. ദേവന്മാരെന്നെല്ലാം പറയുമ്പോഴേ എല്ലാം ഉണ്ടായത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതെല്ലാം രുദ്രനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം രുദ്രനിലൂടെ മാത്രമേ ദേവകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെ, ദേവതകളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലെ രുദ്രനിലെ ഇലക്ട്രോണ് പുറത്തേക്ക് വരുമ്പോഴാണ് വൈദ്യുതിയായിട്ട് പ്രവഹിക്കുന്നത്. ആ വൈദ്യുതിയാണ് കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ അഗ്നിയായിട്ടും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ആറ്റത്തിലുള്ള എനർജിയാണ് കർമ്മത്തിനെല്ലാം. ഏത് ദേവതകളായാലും കർമ്മം നടക്കണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ള അകത്തുള്ള എനർജി പുറത്തേക്ക് വരണം. അല്ലാതെ ഒരു കല്ലിനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് കല്ല് കൂട്ടി ഇടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ പൊട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. ആ ഊർജമാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് കല്ല് പൊട്ടുന്നത്. അല്ലാതെ കല്ലിന് സ്വയം പൊട്ടാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിലെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ്, ആറ്റങ്ങളും ഇലക്ട്രോൺ, ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം മാറുമ്പോഴാണ് അത് വേറൊന്നായിട്ട് മാറുന്നത്. അല്ലാതെ ഒരു കല്ലിന്, ഒരു ഉപ്പിന് സ്വയം വേറൊരു രൂപമായിട്ട് മാറാൻ പറ്റില്ല. ഇപ്പം സോഡിയം ക്ലോറൈഡായിട്ട് മാറുന്നുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെ ആറ്റത്തിലെ ഇലക്ട്രോണ് ക്ലോറിൻ്റെ ആറ്റത്തിലെ ഇലക്ട്രോണുമായിട്ട് യോജിക്കുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അല്ലാതെ സോഡിയത്തിന് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളാണ്, ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് ഇതിനെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കുറച്ച് കെമിസ്ട്രിയാണ്. അപ്പം ദേവന്മാർക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാൻ, തന്നെ ഒന്നിനെയും രക്ഷിക്കാനാവില്ല. സകലതും രുദ്രനിലോട്. അപ്പോൾ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഈ ലോകത്ത് എന്തൊരു കർമ്മം, ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഭക്ഷണത്തിനൊന്നുമായിട്ട്, ഭക്ഷണം കഴിച്ചതുകൊണ്ടായില്ല, ആ ഭക്ഷണത്തിൻ്റെ അകത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് ചില രാസപ്രവർത്തനത്തിലൂടെ എല്ലാത്തിനെയും സങ്കോചിച്ച് വികസിപ്പിച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇൻവോൾവ് ആകുന്നത് അതിലുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ്. ആറ്റമാണ് എന്ന് പറയാം. അപ്പോൾ സകലതും രുദ്രനിൽ ഒടുങ്ങി. അവൻ സഹസ്രപാദനും സഹസ്ര ശിരസ്സുള്ളവനുമാണ്. അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ ആയിരക്കണക്കിന് ആറ്റങ്ങളുണ്ട്, സഹസ്രപാദങ്ങളുണ്ട്,
സഹസ്രശിരസ്സും. അപ്പോൾ ഒരു വായു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എത്രയോ ആറ്റങ്ങളുണ്ട്. സഹസ്രക്കണക്കിന് രുദ്രന്മാരുണ്ട്. ആ രുദ്രന്മാരെ പാദങ്ങളും ഉണ്ട്, ചലിക്കാനുള്ള കഴിവുമുണ്ട്. ചലിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് വേറെയായിട്ട് കൂടിച്ചേരാനുള്ള കഴിവുമുണ്ട്, അതിനുള്ള തലയുമുണ്ട്. അപ്പോൾ ഒന്നല്ല, ഒരു കഷ്ണം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എത്രയോ രുദ്രന്മാരാണ്. കാലത്തിൻ്റെ ഉൽപ്പത്തി അക്ഷരത്തിൽ നിന്നാണ്. കാലത്തിൻ്റെ ഉൽപ്പത്തി അക്ഷരത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അക്ഷരങ്ങളിൽ നിന്നാണ്. അക്ഷരം എന്ന് പറയുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് സയൻസിൽ നിന്നാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദങ്ങൾ, ശാസ്ത്ര രഹസ്യങ്ങൾ, സത്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ, ഇതിൽ നിന്നെല്ലാമാണ് കാലത്തിൻ്റെ ഉൽപ്പത്തി. രുദ്രൻ ശയിച്ചാൽ സകല ലോകത്തിൻ്റെയും മന്ത്രം. ഈ രുദ്രൻ ശയിക്കുക എന്ന് പറയുമ്പോൾ രുദ്രനിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചവും ഉണ്ടായത്. ഒരു കാലത്ത് എല്ലാത്തിനെയും രുദ്രൻ പിന്നോട്ടേക്ക് വലിച്ചിട്ട് പോയി ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കളയും. അപ്പോൾ ലോകം തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് രുദ്രൻ വിഷ്ണുവിനെ അടക്കം കാലിൽ വലിച്ചു കൊണ്ടുപോയിട്ട് അങ്ങ് ലയിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പം ആറ്റത്തിലൂടെയാണ് എല്ലാ പ്രപഞ്ചവും ഉണ്ടായത്. പ്രപഞ്ചം തിരിച്ചു പോകുമ്പോഴും എല്ലാം നശിച്ച് അവസാനം ആറ്റമായിട്ട് മാറിയിട്ട് രുദ്രനായിട്ട് മാറിയിട്ട് രുദ്രനാണ് പിന്നെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിപ്പിക്കുന്നത്. അപ്പം രുദ്രൻ ശയിച്ചാൽ സകല ലോകത്തിൻ്റെയും അന്ത്യം. ഈ ആറ്റം ഇല്ലാതാകാൻ ശ്രമിച്ചാൽ, നമ്മളെല്ലാം ആറ്റം കൊണ്ടുണ്ടായതാണ്, ആറ്റത്തെ അങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മളും എല്ലാം ഇല്ലാതായി പോകും. പിന്നെ നമ്മൾ പോലും ഇല്ല. ആറ്റങ്ങൾ മുഴുവൻ അങ്ങ് വേർപെട്ട നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങളെല്ലാം ഒരു ദിവസം ഇറങ്ങിയെന്ന് പോയാൽ പിന്നെ നമ്മളെ ഇവിടെ കാണില്ല. കാരണം കുറേ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായതാണ്. ഒരു ദിവസം എല്ലാ ആറ്റങ്ങളും കൂടി ഒരൊറ്റ പോക്കങ്ങ് പോയാൽ പിന്നെ നമ്മളില്ല. അപ്പം നമ്മളെല്ലാം ഉരുകി ആറ്റങ്ങളായിട്ട് മാറിയിട്ട് അവസാനം ആറ്റവും പോയിട്ട് ഏതിൽ പോയി ലയിക്കും? ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അപ്പോഴാണ് ശിവൻ ശയിക്കുന്നത്. സകല ലോകത്തിൻ്റെ ആദ്യം. പിന്നെ ആദ്യം ഉണ്ടാകും. അതാണ് പ്രളയ സമയത്ത് നടക്കുന്നത്. പിന്നെ ആദ്യം ഉണ്ടാകും. പിന്നെ ശ്വാസത്തിൽ നിന്ന് തമസ്സും. ശ്വാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ തുടക്കം ശബ്ദത്തിൽ നിന്നാണ് വന്നത്. ഒരു പ്രേരക ശക്തി വരുന്നു. അതാണ് ശ്വാസം. ശ്വാസമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രേരക ശക്തി വരുന്നു. അതിൽ നിന്ന് ആദ്യ ഇരുട്ടല്ലാണ്. അതിൽ നിന്ന് ജലമാണ് ആദ്യം ഉണ്ടാകുന്നത്. ജലം എന്ന് പറയുന്നത് ഒരു വേവ് രൂപത്തിലുള്ള തരംഗം, പ്രപഞ്ചം മുഴുവൻ സാഗരം. അതായത് നമ്മൾ ആദ്യം തന്നെ ശിവൻ ഒരു സമുദ്രത്തിൽ പാലാഴിയിൽ ശയിക്കുന്നതായിട്ടാണ്, അത് ഒരു വേവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ വേദപഠന ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ആദ്യം ഒരു തരംഗ രൂപത്തിലാണ് ഒഴുകുക. അപ്പം ലോകം മുഴുവൻ തരംഗമാണ്. അപ്പോൾ ഒരു സമുദ്രത്തിൽ തിര മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഒരേപോലെയാണ്. അതുപോലെയാണ് ഒരു തരംഗ രൂപത്തിൽ ഒഴുകുന്നത്. അപ്പോൾ അതിനെ ജലമായിട്ട് കാരണജലം എന്ന് പറയും. അന്ന് പറഞ്ഞ പേര് വേദങ്ങളിൽ പറയുമ്പോൾ കാരണജലം എന്നാണ് പറഞ്ഞത്. കാരണമാകുന്ന ഒരു ജലം ഇങ്ങനെ ഒഴുകും. ഒരു പ്രേരക ശക്തി, ബ്രഹ്മത്തിൽ നിന്നും ഒരു പ്രേരക ശക്തി ഒരു ജലം മാതിരി തരംഗരൂപത്തിൽ ഒഴുകും. അതിനാണ് കാരണജലം എന്ന് പറയുന്നത്. ആ ജലത്തിലെ മഥനത്തിലൂടെ ആ ജലത്തിൽ മതിക്കുമ്പോൾ വേറൊരു തരംഗവുമായിട്ട് യോജിക്കുമ്പോഴാണ് മഞ്ഞും അതിൻ്റെ മതിച്ചാൽ നുരയും ഉണ്ടാകുന്നത്. മഞ്ഞും നുരയും എന്നെല്ലാം പറയുമ്പോൾ മഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി മാതിരിയായി റാമാതിരി ഒരു മഞ്ഞ് കട്ട ഒരു റാമാതിരിയുള്ള ഷേപ്പിലും, പിന്നെ നുരയായി മാറുമ്പോൾ നുരയും പതയും എന്നൊരു അതിൻ്റെ നെഗറ്റീവാണ്. ഇത് രജോ ഗുണമാണെങ്കിൽ ഇത് തമോ ഗുണമാണ്.
ഒരു നുരയും പതയുമായ രൂപത്തിലാവുന്നു. അപ്പോഴാണ് അണ്ഡമുണ്ടാകുന്നത്. അങ്ങനത്തെ തരംഗങ്ങൾ രണ്ട് ചേരുമ്പോഴാണ് അങ്കീരസ്സുകൾ ഉണ്ടാക്കുന്നത്. ആ സമയത്താണ് ബ്രഹ്മാവും ഉണ്ടാകുന്നത്. അതിൻ്റെ രജോ ഗുണമാണ് ബ്രഹ്മാവ്. സൃഷ്ടി അവിടെ നിന്നാണ്, അകലം തൊട്ടിട്ടാണ് ആ അങ്കീരസകൾ ഉണ്ടാകുന്നത് മുതലാണ് സൃഷ്ടിയുടെ പ്രവൃത്തി തുടങ്ങുന്നത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്രമം തുടങ്ങുന്നത്. അപ്പം ബ്രഹ്മാവ് ഉണ്ടാകുന്നു. ആ ബ്രഹ്മാവിൽ നിന്ന് വായു ഉണ്ടാകുന്നു. വായു എന്ന് പറഞ്ഞാൽ ആകാശം മുഴുവൻ തരംഗങ്ങളും കുറേ കണങ്ങളും അങ്കീരസ്സുകളായിട്ട് നിറയുന്നു. അത് ആകാശത്തിന് സമാനമാണ്. അപ്പം ആകാശം മുഴുവൻ തരംഗങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഈ കണങ്ങൾ ഉണ്ടാകുന്നത്, അങ്കീരസ്സുകൾ. അതിലാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വരുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ നിറയുന്നു. അങ്ങനെ നിറഞ്ഞതിൻ്റെ ശേഷം ഓങ്കാരത്തിലൂടെ പിന്നെയാണ് ഓങ്കാരം ഉണ്ടാകുന്നത്. ഓങ്കാരത്തിലൂടെയാണ് അതിന് യോജിപ്പിച്ചിട്ട് ന്യൂക്ലിയസും ആറ്റവും ഉണ്ടാകുന്നത്. ഓങ്കാരത്തിലൂടെയാണ് ഇതിനെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പല ന്യൂക്ലിയസുകളായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറയുന്നത്. അതാണ് രുദ്രഗണങ്ങൾ. അതിലൂടെയാണ് ആറ്റം ഉണ്ടാകുന്നത്. അത് തൊട്ട് സാവിത്രി ഉണ്ടാകുന്നു. അതാണ് സാവിത്രിയായി ചിത്രീകരിച്ചു. ആ സ്റ്റേജിനെ സാവിത്രിയായിട്ട് ചിത്രീകരിച്ചു. പ്രപഞ്ചത്തിൻ്റെ ശക്തിയും പുരുഷനും പ്രകൃതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലുള്ള ആറ്റങ്ങളെല്ലാമായിട്ട് മാറുന്ന ആ ഘട്ടത്തിനെ സാവിത്രി എന്ന് പറയാം. സാവിത്രിയിൽ നിന്ന് പിന്നെ ഗായത്രി ഉണ്ടാകുന്നു. ഗായത്രി ഉണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിലെ ഭൂമിയെല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഭൂമികളും ഗോളങ്ങളും, പ്രപഞ്ചത്തിൽ ഗോളങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വരുന്നു. ഭൂമിയെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ഗായത്രിയിൽ നിന്ന് ലോകം, അങ്ങനെ കുറേ സൗരയൂഥ സിസ്റ്റങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് ഗായത്രിയായിട്ട് ചിത്രീകരിച്ചത്. അപ്പം ആറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ സാവിത്രിയായിട്ട്, ആറ്റങ്ങളെല്ലാം കൂടി കുറേ വസ്തുക്കൾ ഉണ്ടാക്കി കുറേ ഗോളങ്ങളായിട്ട് മാറിയിട്ട് സൗരയൂഥ സിസ്റ്റം പോലെയുള്ളതിനെ ഗായത്രിയായിട്ടും, ഇങ്ങനെ കുറേ സൗരയൂഥ സിസ്റ്റങ്ങളെല്ലാം ഉണ്ടായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുമ്പോൾ അതിനെ ലോകമായിട്ടും, ഗായത്രിയിൽ നിന്ന് ലോകവും ഉണ്ടാകുന്നു. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അത് നമ്മളിനി ഇത് ഒരുമാതിരി പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് അത് സയൻസിലൂടെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? മഥനം, പാലാഴി മഥനത്തിലെത്തി നിൽക്കുകയാണ്. ആറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. അവിടെ ഇതെല്ലാം സ്റ്റെപ്പായിട്ട് നമ്മൾ കാണും. ഇവിടെ ചുരുക്കി അവർ പറഞ്ഞു തരികയാണ്. എന്തെന്ന് പറയുന്നു? അങ്ങനെയുള്ള രുദ്രൻ തപസ് ചെയ്യുമ്പോൾ സത്യവും തുടർന്ന് അമൃതപ്രവാഹവും ഉണ്ടാവുന്നു. അങ്ങനെയാണ് അമൃതപ്രവാഹം എന്ന് പറഞ്ഞാൽ അവസാനം അമൃതപ്രവാഹങ്ങൾ പാലാഴി മഥനം കഴിയുമ്പോൾ പലതെല്ലാം ഉണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. അത് ശാശ്വതമാണ്. അമൃതപ്രവാഹം അവസാനത്തെ സ്റ്റേജിനാണ് അമൃതപ്രവാഹം. അത് ശാശ്വതമാണ്. അതോടെ ജലം, ജ്യോതിസ്, രസം, അമൃതം, ബ്രഹ്മം, ഭൂഭുവ, സ്വർഗ എന്നിവയായി പരിണമിക്കുന്നു. അതോടുകൂടി ഇതെല്ലാം കൂടിയിട്ട്, ഇങ്ങനെയുണ്ടായ വസ്തുക്കളെല്ലാം കൂടിയിട്ട് ഭൂമിയാകുന്നു, ഭുവമാകുന്നു, സ്വർഗമാകുന്നു, ഇങ്ങനെ 3 ലോകമായിട്ട് പരിണമിക്കുന്നു. അപ്പം ഇത് ചുരുക്കി അങ്ങ് വിവരിച്ചു എന്നേ ഉള്ളൂ. പ്രപഞ്ചമുണ്ടായ വിധം രുദ്രനിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് പ്രപഞ്ചമുണ്ടാകുന്ന വിധം ഉപനിഷത്ത് ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. അത്രയേ പറയാൻ പറ്റിയത്. സാധാരണക്കാരന് വേണ്ടി പറയുകയാണ്. പക്ഷേ വേദത്തിലൂടെ നമ്മൾ ഡീപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദപഠനത്തിലൂടെ, ബ്രഹ്മം തൊട്ട് കൂട്ടലിലൂടെ നമ്മൾ രുദ്രനിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ രുദ്രനിലെ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.